ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെയുള്ള പീസാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ മട്ടനിൽ കുറച്ച് കൊഴുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മട്ടനെല്ലാം കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഒരു കുക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുക്കർ അടുപ്പത്തേക്ക് വെക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഞാൻ 2 സവാള കട്ട് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം 2 തക്കാളി കട്ട് ചെയ്തെടുത്ത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് കട്ട് ചെയ്തെടുത്തത്, നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചതച്ചിട്ടുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പെരുംജീരകപ്പൊടിയും അതേപോലെ തന്നെ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്കൊന്ന് കൈവച്ചിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. കൈവച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ സവാള, തക്കാളി അതേപോലെ തന്നെ മസാലപ്പൊടികളെല്ലാം ഒന്ന് മിക്സാക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം. കഴുകി വെച്ചിട്ടുള്ള മട്ടൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ടൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ മട്ടനെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1 ടീസ്പൂണ് വെളിച്ചെണ്ണ മാത്രമാണ് ഞാൻ ഈ കറിക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. കൈ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് മട്ടനും മസാലയും എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഈ രീതിയിൽ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മട്ടൻ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് നമുക്ക് ഒരു 6 to 8 വിസിൽ വരേക്കും നമുക്കൊന്ന് മട്ടൻ വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മട്ടനെല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട്.